നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. ഇവാൻ വുക്കുമനോവിച്ചിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിൽ വലിയ ചർച്ചാ വിഷയം. അതിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ്റെ വരികൾക്കിടയിൽ വല്ലതുമുണ്ടോ, അതിൽ വല്ലതും വായിച്ചെടുക്കാനുണ്ടോ, അതിൻ്റെ അർത്ഥം എന്താണ് എന്നൊക്കെയാണ് ചികഞ്ഞു നോക്കുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു യാത്രയുടെ കുറേ ദൃശ്യങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ്, ഒരു റീലായിട്ട്. മൗണ്ടെയിൻസും അതുപോലെ സ്നോയും ഒക്കെ അതിലുണ്ട്. അതിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന നീണ്ട ഒരു ക്യാപ്ഷനുമുണ്ട്. ആ ക്യാപ്ഷനിൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. എന്താണ് പാറകളും പർവ്വതങ്ങളും, പാറകൾക്കും പർവ്വതങ്ങൾക്കും മനുഷ്യരെന്നാൽ അവയുടെ ഷേപ്പ് തീരുമാനിക്കുന്ന ചലനം മാത്രം. ചില ആളുകൾ പറയുന്നു പർവ്വതങ്ങളാണ് നമ്മുടെ ഷേപ്സും ക്യാരക്ടേഴ്സും ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന്. ചില ആളുകൾ വിശ്വസിക്കുന്നു വിൻ്ററാണ്, വർഷത്തിൽ വിൻ്റർ എന്ന ഭാഗമാണ്, ആ ഘട്ടത്തിലാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന്. ചില ആളുകൾ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് തീരുമാനങ്ങൾ എന്ന്. അണ്ടിൽ ദേ മേക്ക് ദി റോങ് വോൺസ്, തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നത് വരെ തീരുമാനങ്ങളുടെ പ്രാധാന്യം ചിലർ മനസ്സിലാക്കുന്നില്ല. വിസ്ഡം കംസ് വിത്ത് വിൻറ്റേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ വരികൾ അവസാനിപ്പിക്കുന്നത്. സോ ഇത് ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ അവസ്ഥയുമായി ബന്ധപ്പെടുത്തിയാണോ? അതായത് പ്രത്യേകിച്ച് ആ വരികൾ, ചില ആളുകൾ തീരുമാനങ്ങളുടെ പ്രാധാന്യം, തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നത് വരെ മനസ്സിലാക്കുന്നില്ല എന്ന് പറയുന്നതൊക്കെ ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസ്ഥയുമായി ബന്ധപ്പെട്ടാണോ എന്നൊക്കെ ചികഞ്ഞു നോക്കുന്നവരുണ്ട്. സംഗതി എന്തായാലും അത്തരത്തിലുള്ള ഒന്നാണ് എന്നിപ്പോൾ പറയാനാവില്ല. അദ്ദേഹം യാത്രയുമായി ബന്ധപ്പെട്ടും മൗണ്ടെയിൻസുമായി ബന്ധപ്പെട്ടും ഒക്കെ എടുത്തൊരു കോട്ടാണ് എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ കഴിയുള്ളൂ. പക്ഷേ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ ആ പോസ്റ്റിന് താഴെ പോയി നിരവധിയായ കമൻറ്റുകൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ആയിട്ടിടുന്നുണ്ട്. ആശാനെ തിരികെ വരൂ, ആശാനെ തിരികെ വരൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിലൊക്കെ കമൻറ്റുകൾ കാണുന്നത്. നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഹൃദയം കവർന്നിട്ടുള്ള കോച്ചാണ് ഇവാൻ വുക്കുമനോവിച്ച് എന്ന്. പക്ഷേ അദ്ദേഹത്തെ ഇപ്പോൾ തിരികെ കൊണ്ടുവരുമെന്ന് എന്ന തരത്തിൽ ചില വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ FBയിൽ ഒരു പോസ്റ്റിലുണ്ട് ഇവാൻ വുക്കുമനോവിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചായി തിരികെ എത്തും, കൺഫേംഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്താണ് ഇതിൻ്റെയൊക്കെ സോഴ്സ് എന്നുള്ളതാണ്, എവിടെ നിന്ന് കിട്ടിയിട്ടാണ് ഇതൊക്കെ കൊടുക്കുന്നത് എന്നതാണ്. ഒരു കാര്യം പറയട്ടെ, നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു സോഴ്സിലും മിക്കായൽ സ്റ്റാറയെ സാക്കിയതുമായി ബന്ധപ്പെട്ടോ പകരം ഇവാൻ വുക്കുമനോവിച്ചിനെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടോ ഒരു വാർത്തയുമില്ല. പിന്നെ ട്രാൻസ്ഫർ മാർക്കറ്റ് എന്ന് പറയുന്ന സൈറ്റിൽ പറയുന്നു എന്ന് ചിലർ പറയുന്നുണ്ട്. പക്ഷേ നമുക്കറിയാമല്ലോ ട്രാൻസ്ഫർ മാർക്കറ്റ് എല്ലാ ഈ ട്രാൻസ്ഫർ ജാലകം തുറക്കുന്ന സമയത്തും നിരവധി റൂമറുകൾ കൊടുക്കാറുണ്ട്, പലതും ഫേക്കായി പോവാറുമുണ്ട്. ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുക ഇവാൻ വുക്കുമനോവിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരികെ എത്തുന്നു എന്ന തരത്തിലുള്ള ഒരു വാർത്തയും വിശ്വാസയോഗ്യമായ ഒരു സോഴ്സിലും കാണാനില്ല. അങ്ങനെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നിങ്ങളിലേക്ക് അത് എത്തിക്കുകയും ചെയ്യും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.